കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ ഇൻ്റഗ്രൽസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 2 പ്രോബ്ലംസ് കഴിഞ്ഞു. ഈ വീഡിയോയിലും 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ വെർ ആർ ഇസ് എ റീജിയൻ ബൗണ്ടഡ് ബൈ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ദെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ഇതാണ് റേഞ്ച് തന്നേക്കുന്നത്. നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ എഴുതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. അപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് ലിമിറ്റ് തന്നേക്കുന്നത്. നമുക്ക് അപ്പോൾ ഒന്നുകിൽ ഡി എക്സ് ഡി വൈ എടുക്കാം, അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ് ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ ആ ഓർഡർ തന്നെ ഞാൻ ചെയ്യാം. ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഫസ്റ്റ് അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റേഞ്ചസ് നമുക്ക് എഴുതാം. ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് വൈയുടെ റേഞ്ച്. അപ്പോൾ ഏത് ഇൻ്റഗ്രലിൽ എക്സിൻ്റെ എഴുതണം, ഏത് ഇൻ്റഗ്രലിൽ വൈയുടെ എഴുതണം. ഇവിടെ നമുക്ക് ആദ്യം ഡി എക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സിൻ്റെ ആയിരിക്കാം റേഞ്ച് എഴുതേണ്ടത്. ഇനി ഈ വൈ എന്ന് പറയുന്നത് ഔട്ട്സൈഡിലുള്ള ഇൻ്റഗ്രലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേണം ഔട്ട്സൈഡിലുള്ള ഇൻ്റഗ്രലിൽ വേണം വൈയുടെ റേഞ്ച് എഴുതാൻ. അപ്പോൾ നമ്മൾ ആദ്യം വൈയുടെ റേഞ്ച് എഴുതുകയാണ്. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ വൈയുടെ റേഞ്ച് 0 to 2 ദെൻ ഇൻ്റഗ്രൽ അകത്തെ ഇൻ്റഗ്രലിൽ -1 to 2. അവിടെ എക്സിൻ്റെ റേഞ്ചാണ് എഴുതേണ്ടത്, കാരണം ഡി എക്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് വേണം ഈ വരുന്ന ഇൻ്റഗ്രലിൽ എഴുതാൻ. സോ -1 to 2 ദെൻ നമ്മുടെ ഫംഗ്ഷൻ ഗിവൺ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദെൻ ഡി എക്സ് ഡി വൈ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തെ ആദ്യം ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2. അതവിടെ നിൽക്കട്ടെ. ദെൻ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഇൻ്റഗ്രൽ ആദ്യം ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ വൈ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷനിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് വൈയുടെ ടേമിനെ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. കാരണം ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 അല്ലേ? ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. സോ അത് വെച്ചിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലേ? എക്സ് ക്യൂബ് ബൈ 3 ദെൻ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് അടുത്ത ടൈം. വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ അവിടെ വൈ സ്ക്വയർ ഇൻറ്റു 1 ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ ആ 1ൻ്റെ ഇൻ്റഗ്രലാണ് എക്സ് ആയിട്ട് വരുന്നത്. സോ വൈ സ്ക്വയർ എക്സ് എന്ന് വരും. വൈ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് -1 to 2 ആണ് നമ്മൾ ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. ഇനി ഡി വൈ, ഇവിടുത്തെ ഡി വൈ. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി വാല്യൂസ് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to 2. ഇനി അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുക. അപ്പോൾ 2 ക്യൂബ് ബൈ 3 ദെൻ പ്ലസ് 2y സ്ക്വയർ ദെൻ മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ലോവർ ലിമിറ്റായ -1 കൊടുക്കണം. അതായത് -1 ക്യൂബ് ബൈ 3 പ്ലസ് -1 ഇൻറ്റു വൈ സ്ക്വയർ ഇത്രയും ഡി എക്സ്. ഓക്കെ, ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2. ഇൻ്റഗ്രൽ 0 to 2 വാല്യൂസ് എല്ലാം കൊടുക്കുക. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ബൈ 3 പ്ലസ് 2y സ്ക്വയർ ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ -1 ക്യൂബ് എന്നാണ്. അപ്പോൾ -1 വരും. ഔട്ട്സൈഡിലൊരു മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1/3 എന്ന് വരും ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു -1 ഉണ്ട്. ഔട്ട്സൈഡിലൊരു മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും ഇവിടെ. പ്ലസ് വൈ സ്ക്വയർ അത്രയും ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓരോ ടേമിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു വൈ സ്ക്വയറിൻ്റെ ടേം 2 ഉണ്ടല്ലോ, അത് 2 കൂടെ ആഡ് ചെയ്യുക. ഈ കോൺസ്റ്റൻറ്റ് ടേംസും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സിംപ്ലസ്റ്റ് ഫോം ആക്കാം. ഇൻ്റഗ്രൽ 0 to 2 8/3 പ്ലസ് 1/3 ദാറ്റ് ഈസ് 8 പ്ലസ് 1 9/3 ദാറ്റ് ഈസ് 3 എന്ന് വരും. ദെൻ 2y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 3y സ്ക്വയർ ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ 3യെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു വിത്ത് റെസ്പെക്ട് ടു ഇവിടെ എഴുതി മാറിപ്പോയല്ലോ. ഇവിടെ വൈ അല്ലല്ലോ, ഇവിടെ വൈ ആണ് എഴുതേണ്ടത്. സോറി, ഡി വൈ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അടുത്ത് ഇവിടെ എഴുതേണ്ടത് ഡി വൈ. ദെൻ ഡി വൈ
എഴുതണം. ഓക്കെ, ദെൻ 3a വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 3y എന്ന് വരും ഇവിടെ. 3y പ്ലസ് ഇവിടെ 3y² എന്നതാണ്. അപ്പം y² ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y തന്നെ. അപ്പോൾ y³ 3. ആ 3 ഈ 3യും കൂടെ ക്യാൻസൽ ചെയ്ത് എനിക്ക് y³ എന്ന് എഴുതാം അല്ലേ. y³ എന്നുള്ള രീതിയിൽ എഴുതാം. 3y പ്ലസ് y³. 3y പ്ലസ് y³ എന്ന് വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇനി കൊടുക്കണം. 0 to 2. 0 to 2 കൊടുത്താൽ വൈയുടെ പ്ലേസിൽ 2 കൊടുക്കുക. 3 into 2 6. 6 plus 2³ ദെൻ മൈനസ് 0 ആണ്. 6 plus 2³ എന്ന് പറയുമ്പോൾ 6 plus 2³ 8. 6 plus 8 14 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ dy അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഇവിടെ dy ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതിയതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. dx എന്നല്ല, അവിടെ dy ആണ് കേട്ടോ. dy ദെൻ dy പിന്നെ വിത്ത് റെസ്പെക്ട് ടു y എന്നുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ദ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റെക്ടാങ്കുലർ റീജിയൻ R, double integral over R x into root of 1 minus x square dA, where R equal to the set of all ordered pair xy such that 0 less than or equal to x less than or equal to 1 and 2 less than or equal to y less than or equal to 3. അതാണ് അങ്ങനെ നമ്മൾ ഏരിയ ഓവർ ദ റെക്ടാങ്കുലർ റീജിയൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓവർ R x into root of 1 minus x square dA എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ലിമിറ്റ് വാല്യൂസ് നമുക്ക് മാറ്റി കൊടുക്കാം. ആറിന് പകരം എന്ത് കൊടുക്കണം? എക്സിൻ്റെ റേഞ്ച് പോയിരിക്കുന്നത് 0 to 1 വൈയുടെ റേഞ്ച് പോയിരിക്കുന്നത് 2 to 4 അങ്ങനെ മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ 0 to അപ്പോൾ dx dy അല്ലെങ്കിൽ dy dx എടുക്കാം. ഞാനിവിടെ dy dx എന്നുള്ള ഫോമിലാണ് ചെയ്യണത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ dy dx. അപ്പോൾ x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആദ്യം dy dx എന്നാണ് എഴുതുന്നത്. അപ്പോൾ dy ആദ്യം വരുമ്പോൾ ഇവിടെ ഞാൻ വൈയുടെ റേഞ്ച് വേണം എഴുതാൻ. തൊട്ടടുത്ത ഇതിൽ വൈയുടെ റേഞ്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വൈയുടെ റേഞ്ച് എഴുതുമ്പോൾ y എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്? വൈയുടെ വാല്യൂ പോകുന്നത് 2 to 3. ഓക്കെ, ദെൻ എക്സിൻ്റെ വാല്യൂ പോകുന്നത് 0 to 1. തൊട്ട് പുറത്തുള്ള ആ ഇൻ്റഗ്രൽ എഴുതേണ്ടത് 0 to 1 ആണ്. ഓക്കെ, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. സോ എക്സിനെ അപ്പം കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഇവിടെ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ടൈം അപ്പോൾ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ടൈമാണ്. അപ്പോൾ അവിടെ വൈയുടെ ടൈം ഒന്നുമില്ല, ഇൻറ്റു 1 എന്നുള്ള ഫോമിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് ടൈമേ വരുള്ളൂ? ഇൻ്റഗ്രൽ ഓഫ് 1 dy എന്നത് y ആണ്. സോ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അതൊരു കോൺസ്റ്റൻ്റ് ടൈമാണ്. ഇൻറ്റു y dy എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്നത് y ആണ്. അപ്പോൾ ഈ yക്ക് മാത്രമാണ് നമ്മൾ ലിമിറ്റ് വാല്യൂ ഇവിടെ കൊടുക്കാനുള്ളൂ. അപ്പോൾ 2 to 3 ദാറ്റ് ഈസ് dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ. വൈയുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് 3 ലോവർ ലിമിറ്റ് 2 ഇൻറ്റു dx. That's equal to integral 0 to 1 x into root of 1 minus x square. 3 minus 2 is 1 dx. Okay, now നമുക്ക് എക്സിലുള്ളൊരു ഫംഗ്ഷനാണ് വന്നത് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ dx ആൻഡ് ലിമിറ്റ് വാല്യൂ 0 to 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നേക്കുന്ന ഈ ഫംഗ്ഷനിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കുക 1 മൈനസ് എക്സ് സ്ക്വയറിന് ഞാനൊരു യു എന്ന് കൊടുത്താൽ ലെറ്റ് യു ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എഴുതാം. ലെറ്റ് യു ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ പുട്ട് യു ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. യുവിന് 1 മൈനസ് എക്സ് സ്ക്വയർ എടുത്താൽ ഡി യു എന്തായിരിക്കും? ഡി യു എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് 2x dx അല്ലേ, മൈനസ് 2x dx. അപ്പോൾ എക്സ് ഡി എക്സ് എന്ത് വരും? എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും മൈനസ് ഡി യു ബൈ 2 എന്ന് എഴുതാമല്ലോ. എക്സ് ഡി എക്സ്, കാരണം ഈ എക്സ് ഡി എക്സിന് പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മൈനസ് ഡി യു ബൈ 2 എന്ന് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, നൗ ഇതിന്
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് മാറ്റി എഴുതുക. അതുപോലെ തന്നെ ലിമിറ്റ് വാല്യൂ വ്യത്യാസം വരുമല്ലോ. ഈ എക്സിൻ്റെ റേഞ്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യുവിൻ്റെ ചേഞ്ച് അവിടെ നമ്മൾ കണ്ടുപിടിക്കണം. വെൻ എക്സ് ഈക്വൽ ടു 0, അതായത് ലോവർ ലിമിറ്റ് 0 ആണ്. എക്സിന് 0 ആകുമ്പോൾ അവിടെ യുവിന് എന്താണ് വാല്യൂ വരിക? വെൻ എക്സ് ഈക്വൽ ടു 0, വെൻ എക്സ് ഈക്വൽ ടു 0 യു ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എക്സിന് 0 കൊടുത്താൽ ഇവിടെ യുവിൻ്റെ വാല്യൂ എന്ത് വരും? 1 - 0 എന്ന് വരും. ദാറ്റ് ഈസ് യു ഈക്വൽ ടു 1. വെൻ എക്സ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ഇവിടെ 1 ആണ്. വെൻ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ യു ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ യു ഈക്വൽ ടു 0. ഓക്കെ, യു ഈക്വൽ ടു 0. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇനി മാറ്റി കൊടുക്കണം. അപ്പോൾ യുവിൻ്റെ ടേംസിലേക്ക് എഴുതി കഴിഞ്ഞാൽ ലിമിറ്റും ഒപ്പം മാറ്റണം, അതും ശ്രദ്ധിക്കണം. ഇൻ്റഗ്രൽ 0 to 1 എന്നുള്ള റേഞ്ച് മാറി. ഇനി എന്താവും എന്നറിയോ? ഇൻ്റഗ്രൽ 0 to 1 എന്നുള്ളത് മാറിയിട്ട് ഇൻ്റഗ്രൽ 1 to 0 എന്നാവും. ഇൻ്റഗ്രൽ 1 to 0. അപ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ പ്രോബ്ലം മുഴുവൻ തെറ്റിപ്പോവും, അത് ഓർക്കണം. എക്സ് ഇൻറ്റു √1 - x² dx എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്. യു ഈക്വൽ ടു 1 - x² എന്നാണ്. അപ്പോൾ 1 - x² പ്ലേസിൽ യു കൊടുക്കുക. √u എന്ന് വരും അല്ലേ, √u. പിന്നെ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം എന്ത് കൊടുക്കാം? -du/2, -du/2. ഇത് പ്രോഡക്റ്റ് ആയിട്ടാണ്, ഇതിൻ്റെ കൂടെ മൈനസ് അല്ല, du/2. അപ്പോൾ -1/2 എന്നൊരു കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 0 √u du എന്ന് വന്നില്ലേ? √u du. √uൻ്റെ മീനിങ് എന്താ? u⁻1/2 അല്ലേ? u⁻1/2. u⁻1/2ൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇൻ്റഗ്രൽ ഓഫ് x⁻n എന്താണ്? x⁻n+1/n+1. അതുപോലെ u⁻1/2 ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? u⁻1/2ൻ്റെ ഇൻ്റഗ്രൽ ഓഫ് u⁻1/2 du ഈക്വൽ ടു എന്ത് വരും? u⁻1/2 + 1/1/2 + 1 എന്ന് വരും. അതായത് u⁻3/2 ഡിവൈഡഡ് ബൈ 3/2 അല്ലേ? u⁻3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് √u du എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ കിട്ടിയത്. u⁻3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വാല്യൂ കൂടെ കൊടുക്കണം അല്ലേ? 1 to 0 ആണ്, ആ വാല്യൂ കൂടെ കൊടുക്കുക. ദാറ്റ് ഈസ് -1/2 ഇൻറ്റു ആ /2 3/2 എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 2/3 എന്ന് എഴുതാമല്ലോ. ആൻഡ് u⁻3/2 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 to 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 ക്യാൻസൽ ചെയ്ത് എനിക്ക് -1/3 എന്ന് എഴുതാം. -1/3 ഇൻറ്റു u⁻3/2 അപ്പർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 0 യുവിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക. 0⁻3/2 0 തന്നെ. ദെൻ -1⁻3/2 1 തന്നെ. ദാറ്റ് ഈസ് ഒരു -1 വരും ബ്രാക്കറ്റിനകത്ത്, -+ ആണ്. ദാറ്റ് ഈസ് 1/3 എന്ന് വരും ആൻസർ. സോ ദ ഏരിയ ഈസ് 1/3. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.